മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലി കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മത്തായി പറയുന്നു, എബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ പ്രവാസം വരെ 14 തലമുറ, പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. പക്ഷെ പണ്ഡിതന്മാർ പഴയ നിയമവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 14 തലമുറയെക്കാട്ടിലും കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ മത്തായി ഒരു തെറ്റ് പറ്റിച്ചോ? അതോ മനഃപൂർവ്വമായി ചില പേരുകളെ യേശുവിൻ്റെ വംശാവലിയിൽ നിന്ന് താൻ എടുത്തു മാറ്റുകയായിരുന്നു? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് താനത് ചെയ്തത്? മാത്രവുമല്ല, നമ്പർ 14 എന്ന് പറയുന്ന ആ സംഖ്യയുമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതൊക്കെയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. പല ആളുകളും ഈ ഒരു വേദഭാഗത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ മത്തായി എന്താണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുമെങ്കിൽ ഇപ്രകാരം ഉള്ള കുറേ പേരുകൾ അടങ്ങിയ വംശാവലിയുടെ ബോറിംഗ് ലിസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്ന പേരുകളുടെ ആ ലിസ്റ്റ് വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള വേദശാസ്ത്രപരമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടും. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിൽ മത്തായി 1:17 പറയുന്നത്, എബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ ബാബിലോണിലെ പ്രവാസം വരെ 14 തലമുറകൾ, ബാബിലോണിലെ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകൾ. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പണ്ഡിതന്മാർ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വംശാവലിയും 1 ദിനവൃത്താന്തവും 2 രാജാക്കന്മാരിൽ കൊടുത്തിരിക്കുന്ന വംശാവലികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മത്തായി പല രാജാക്കന്മാരെയും ഒഴിവാക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ജോറാമും ഊസിയായും അവരുടെ ഇടയ്ക്ക് മത്തായി ഒഴിവാക്കുന്നത് അഹസിയ, ജോആഷ്, അമസിയ. അതിൻ്റെ അർത്ഥം മത്തായി മനഃപൂർവ്വമായി ആ വംശാവലിയെ ഒന്ന് ചുരുക്കി ഷോർട്ടൺ ചെയ്തു. അപ്പോൾ പിന്നെ ചോദ്യം, എന്തുകൊണ്ടാണ് മത്തായി അപ്രകാരം ചെയ്തത്? ഇന്നത്തെ കാലത്തിൽ വായിക്കുന്നവർക്ക് ഇത് വളരെ ഡിസോണസ്റ്റായി, സത്യസന്ധത ഇല്ലാതെ മത്തായി എഴുതി എന്ന് തോന്നാം. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഒരു വംശാവലി എന്ന് നമ്മൾ കരുതുമ്പോൾ അതിൽ എല്ലാ തലമുറയും ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പുരാതന, അതായത് അന്നത്തെ യഹൂദ വംശാവലികൾ അങ്ങനെയല്ല വർക്ക് ചെയ്തിരുന്നത്. ബൈബിളിൽ എക്സ് ബിഗാറ്റ് വൈ, അതായത് എക്സ് വൈയെ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ എക്സ് വൈയുടെ പിതാവാണ് എന്ന ഒരർത്ഥമുണ്ട്. അതിനോടൊപ്പം എക്സ് വൈയുടെ പൂർവികൻ, ആൻസെസ്റ്റർ ആയിരുന്നു എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. അപ്പം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ വംശാവലികൾ പലപ്പോഴും സെലക്റ്റീവാണ്. അവയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ തലമുറയും കൃത്യമായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടല്ല. പകരം അവയുണ്ടാക്കിയിരിക്കുന്നത് ആഴമേറിയ വേദശാസ്ത്രപരമായിട്ടുള്ള അർത്ഥവും സിംബോളിസവും പ്രതീകാത്മകതയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ വംശാവലികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ പഴയ നിയമത്തിൽ കാണുന്ന വംശാവലികളിലും ചില പേരുകളൊക്കെ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാവുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ മത്തായിയുടെ യഹൂദ ഓഡിയൻസ്, നമ്മൾ ഓർക്കണം, മത്തായി എഴുതുന്നത് യഹൂദർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആ യഹൂദ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ, ഈ വംശാവലി വായിക്കുമ്പോൾ ഒട്ടും ഷോക്കില്ലായിരുന്നു. ഇവിടെയാണ് ഇത് കുറച്ചും കൂടെ ഫാസിനേറ്റിംഗ് ആകുന്നത്, ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. എന്തുകൊണ്ടാണ് ഈ 14 എന്ന് പറയുന്ന ആ നമ്പർ, ആ സംഖ്യ, അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പല പണ്ഡിതന്മാരും, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റമെന്റ് സ്കോളേഴ്സ് വിശ്വസിക്കുന്നത് മത്തായി മനഃപൂർവ്വമായി ഈ 14 എന്ന് പറയുന്ന ആ സംഖ്യ തിരഞ്ഞെടുത്തത് ദാവീദ് രാജാവിനെ അടിസ്ഥാനമാക്കിയാണ്. എബ്രായ ഭാഷയിൽ ജമാട്രിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എബ്രായ ഭാഷയിൽ 22 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൽ ഓരോ ആൽഫബറ്റിനും ഓരോ സംഖ്യാ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ദാവീദ് എന്ന് പറയുന്ന പേരിന് ആ 3 കോൺസണൻസ്, ദാലേത്ത്, വോ, ദാലേത്ത്. അതിൽ ദാലേത്തിൻ്റെ വാല്യൂ 4, വോയിൻ്റെ വാല്യൂ 6, ദാലേത്തിൻ്റെ വാല്യൂ 4. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ സംഖ്യാ വാല്യൂ 14 അപ്പോൾ മത്തായി തൻ്റെ ആ വംശാവലി എഴുതുമ്പോൾ അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് 14, 14, 14. അതൊരു ലിറ്റററി സിഗ്നലാണ്. അതായത് തൻ്റെ ഉദ്ദേശം യേശു ദാവീദിൻ്റെ പുത്രനാണെന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടണം. അതുകൊണ്ടാണ് മത്തായി തൻ്റെ ആ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് എബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അങ്ങനെയാണ് താൻ എഴുതുന്നത്. മത്തായി യേശുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ രാജാവ് എന്ന രീതിയിലാണ്. ഇവിടെ കുറച്ചും കൂടെ ആഴമേറിയ മറ്റൊരു ലെയറും കൂടെ ഉണ്ട്. മത്തായി ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഡിവൈഡ് ചെയ്യുന്നത് 3 വ്യത്യസ്ത പീരീഡായിട്ടാണ്. അതായത് എബ്രഹാം മുതൽ ദാവീദ് വരെ,
അത് വിരൽ ചൂണ്ടുന്നത് ഇസ്രയേലിൻ്റെ ആ റൈസ്, ഇസ്രയേൽ വർദ്ധിച്ചു വരുന്ന ആ ഒരു ഫേസ്. പിന്നെ രണ്ടാമത്തെയാണ് ദാവീദ് മുതൽ ബാബിലോണിയ പ്രവാസം വരെ, അതായത് സാമ്രാജ്യവും സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും. പിന്നെ മൂന്നാമത്തെയാണ് എക്സൈൽ ടു ക്രൈസ്റ്റ്, പ്രവാസം മുതൽ ക്രിസ്തു വരെ, അതായത് പുനഃസ്ഥാപിക്കലും പ്രത്യാശയുടെയും ആ പീരീഡ്. അപ്പോൾ ആ വംശാവലിയിലുടനീളം മത്തായി ഇസ്രയേലിൻ്റെ ആ കഥയെയാണ് വിവരിക്കുന്നത്. അതായത് വാഗ്ദത്തം, സാമ്രാജ്യം, ന്യായവിധി, പുനഃസ്ഥാപിക്കൽ. മത്തായി പ്രഖ്യാപിക്കുന്നത് എല്ലാ ചരിത്രവും അതിൻ്റെ ക്ലൈമാക്സ് എത്തുന്നത് ക്രിസ്തുവിങ്കിലേക്കാണ്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന ആ വംശാവലി മത്തായിയുടെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന ആ വംശാവലിയിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം രണ്ടുപേരും എഴുതിയിരിക്കുന്നത് ഡിഫറെൻറ്റ് തിയോളജിക്കൽ പർപ്പസസ്. രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള വേദശാസ്ത്രപരമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ രണ്ട് വംശാവലികളും എഴുതുമ്പോൾ ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്തത്. അപ്പോൾ മത്തായിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഒരിക്കലുമില്ല. പുരാതന, അതായത് അന്നത്തെ ആ യഹൂദ വംശാവലികളുടെ ആ ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ മത്തായി ബോധപൂർവമായി ആ വംശാവലിയെ ഷേപ്പ് ചെയ്യുകയായിരുന്നു. അതായത് ദാവീദിനെ ഊന്നിപ്പറയണം, എംഫസൈസ് ചെയ്ത് പറയണം. പിന്നെ ഓർക്കുവാൻ എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ പോലെ തനിക്ക് ആ വംശാവലി ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ ഏറ്റവും ഉപരിയായി യേശുവാണ് മശിഹ എന്ന ഒരു കാര്യത്തിലേക്കും കൂടെ തനിക്ക് വിരൽ ചൂണ്ടണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വായനക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു തെറ്റ് എന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ ഈ ഒരു ആഴമേറിയ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പേരുകളടങ്ങിയ ഒരു ബോറിംഗ് ലിസ്റ്റ്, ഈ വംശാവലി എന്ന് കാണുന്ന ആ ഒരു വേദഭാഗം ആഴമേറിയ അർത്ഥത്തിലേക്കും ന്യൂ ടെസ്റ്റമെൻ്റ് തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഭാഗങ്ങളിലെ ഒന്നായിട്ടുള്ള രീതിയിൽ മാറുകയാണ്. വേദവേ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ആഴമേറിയ ബിബ്ലിക്കൽ സ്റ്റഡീസൊക്കെ ഇപ്രകാരം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ നിങ്ങൾ മറക്കരുത്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ഇന്നത്തെ ആധുനിക വായനക്കാർ, അത് നമ്മൾ ഉൾപ്പെടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ബൈബിളിലെ പശ്ചാത്തലം മനസ്സിലാക്കാതെ നമ്മൾ ബൈബിളിലെ ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുവാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് അപ്രകാരം അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.